ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. വന്നപ്പോഴത്തേക്ക് എനിക്ക് 500 മീറ്റർ പോലും മര്യാദക്ക് ഓടാൻ പറ്റില്ലായിരുന്നു. വന്ന് ആദ്യത്തെ 5-6 മാസത്തിനുള്ളിൽ നേവിയുടെ ടെസ്റ്റ് വന്ന് അതിന് പാസ്സായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വന്ന് ഫിസിക്കൽ ടെസ്റ്റ് ഓടിക്കേറി. അതിൽ പുഷപ്പിലാണ് എനിക്ക് പോയത്. അത് കഴിഞ്ഞ് സാർ എനിക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തന്ന് വണ്ണമൊക്കെ കുറച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ എയർഫോഴ്സിന്റെ ടെസ്റ്റ് വന്നത്. അതിലും പാസ്സാകാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ടീച്ചർമാരോടും ഓൺലൈനിൽ എടുക്കുന്ന സാറുമാരോടും വളരെ നന്ദിയുണ്ട്. എല്ലാവരുടെയും ക്ലാസ് നല്ലോണം മനസ്സിലാവും. പിന്നെ ടീച്ചറായാലും സാറായാലും നല്ലോണം തന്നെ പഠിപ്പിക്കുകയും എൻകറേജിങ് ആയിരുന്നു നല്ലോണം. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് പോയപ്പോഴത്തേക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എയർഫോഴ്സിന്റെ ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും വെയിറ്റ് ഒക്കെ കറക്റ്റാക്കി. BMI ചാർട്ടും കറക്റ്റായത്. ഫ്രണ്ട്സ് പറഞ്ഞാണ് ഈ നാപ്റ്റിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഫ്രണ്ടിനാണ് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവൻ സാറിന്റെ നമ്പർ തന്നു. അങ്ങനെ സാറിനെ പറ്റി വിളിച്ച് എല്ലാം തിരക്കി ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. എല്ലാവർക്കും എൻ്റെ നന്ദി. വളരെയധികം സന്തോഷം നിറഞ്ഞ സന്തോഷം മാത്രമല്ല, അതിൽ കൂടുതൽ ഒരു അഭിമാനം. അതെൻ്റെ മോന് ഒരു ജോലി, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലി തന്നെയാണ് ഒരു കിട്ടിയത്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഹരിസാറിനോടാണ്. പുള്ളിയുടെ സമീപനവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗോകുൽകൃഷ്ണയ്ക്ക് ജോലി കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഫിസിക്കലൊക്കെ വളരെയധികം വീക്കായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു നിർദ്ദേശം പോലെ തന്നെ പുള്ളി അത് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ജോലി അത് സാധ്യമായത്. എന്തായാലും ഞാനതിൽ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും എല്ലാവരും അഭിമാനമായിട്ടാണ് ഇപ്പോൾ എൻ്റെ മകൻ നമ്മുടെ സാറിൻ്റെ നിർദ്ദേശങ്ങൾ പുള്ളി പറയുന്ന പോലെ കേട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെപ്പോലെ തന്നെ ഇവനേക്കാളും ഉയർന്ന ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. അത് നിങ്ങളെല്ലാവരും ശരിക്കും പരിശ്രമിക്കണം. അപ്പോൾ സാറ് വരുന്നതൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ഗോകുൽകൃഷ്ണയ്ക്ക് കിട്ടിയത്. അതുപോലെ എല്ലാ കുട്ടികൾക്കും തന്നെ നല്ല രീതിയിലുള്ള ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ സാറിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് എല്ലാവരും നല്ലപോലെ തന്നെ ചെയ്യണം എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഓൺലൈനായിട്ടും മറ്റേ ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ് എടുത്ത എല്ലാ ടീച്ചർമാരും അത് വളരെ സപ്പോർട്ടായിട്ടും അവന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് പ്രത്യേകം ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു കുട്ടികൾ എല്ലാ കുട്ടികളും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. അതിൻ്റെ എല്ലാ ഒരു ക്രെഡിറ്റ് സാറിന് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് നമ്മൾ ബാലു അനീഷിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അവൻ ഈ ക്ലാസ്സിൽ ചേർന്നത്. ആ ഒരു പ്രത്യേക നന്ദി ബാലു അനീഷിനോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം കൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നന്ദി. അപ്പൊ ഗോകുൽകൃഷ്ണയുടെ കൂട്ട് എല്ലാവരും ഈ വർഷം അല്ലെ ജോലി വാങ്ങിക്കണം. അപ്പൊ അങ്ങനെ എത്ര പേരാണ് ഇപ്പൊ പാസ്സായി? എയർഫോഴ്സ്, നേവി, CGD അങ്ങനെ പാസ്സായി നിൽക്കുന്ന ആരും കുട്ടികളുണ്ടായി ഒന്ന് കൈ എണ്ണിച്ചേ. ഇത്രയും പേരാണ് ഇനിയും ഗോകുൽകൃഷ്ണയുടെ പിൻഗാമിയായിട്ട് സേനയിൽ കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഈ വർഷം ഭാഗം ആകുമെന്നാണ് നമ്മുടെ വിശ്വാസം. ധൈര്യമുള്ള എത്ര പേരുണ്ട്? കയറുന്ന വിശ്വാസമുള്ള എത്ര പേരുണ്ട്? കൈവക്കി നോക്കട്ടെ. ഓക്കെ, കുറച്ച് കുട്ടികൾ വന്നില്ല. ഇന്ന് ഭയങ്കര മഴയായിരുന്നു, അത് കാരണം വന്നിട്ടില്ല. നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് ഇനിയും കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്.